അയാൾ മൂലം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടാവും. ആൾക്കാർക്ക് എന്ത് സൂക്കടാ, വെറുതെ ഇതാ പറഞ്ഞേ, ഇദ്ദേഹത്തെ കണ്ടുകൂടാ. പുള്ളി തന്നെ ഉരുട്ടിയിട്ട് പുള്ളി തന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഈ തെറ്റെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എല്ലാവരും ഊട്ടാൻ പോയി. ഇതാണ് പ്രശ്നം പറ്റിയത്. കൊടുത്താൽ കൊലത്തും കിട്ടും. ഹംഗ്രി നല്ലൊരു ഫുഡ് ബ്ലോഗറായിരുന്നു. നല്ലതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വിമർശനങ്ങളിൽ മാത്രമാണ് കൂടുതലും. പുള്ളി മൂലം ഒരുപാട് ആൾക്കാരുടെ റെസ്റ്റോറൻറ്റിൽ അടച്ചിട്ട് പോകേണ്ട ഗതികേടൊക്കെ വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ട്രിവാൻഡ്രത്തുള്ള മൂലം തൻ്റെ ബിസിനസ് തകർന്നു പോയതായിരുന്നു. പിന്നീട് പുള്ളിക്കാരി തിരിച്ചു പിടിച്ചു. പുള്ളിക്കാരി അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് 10-15 ബിരിയാണി കൊടുത്തുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. കഴിച്ചിട്ട് നെയ്യ് പോരുന്നോ ചിക്കൻ പോരുന്നോ. പുള്ളി ഒരു 7 വർഷത്തോളം ഇത് തന്നെയായിരുന്നു. അതിന് മുമ്പ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്തൊക്കെ ജോബിലായിരുന്നു പുള്ളി. പുള്ളിയുടെ ഫുഡ് റെസ്റ്റോറൻറ്റൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി കൊടുക്കുന്നുണ്ട്, ആൾക്കാർ കയറുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാണ്. പിന്നെ എറണാകുളം പോലത്തെ സ്ഥലത്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തടത്തൊക്കെ ആളുകൾ വന്ന് കയറി ഭക്ഷണം കഴിക്കാറുണ്ട്. കാരണം ക്രൗഡ് അതുപോലെയാണ്. പ്രത്യേകിച്ച് മാളിലോട്ടൊക്കെ കയറി ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പം വഴിയിൽ നടന്ന് കയറാവുന്ന, കാറ് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കയറാവുന്ന അങ്ങനെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റ്സ് സാധാരണക്കാർ കഴിക്കാറുണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരും കഴിക്കാറുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കുന്നവരോട് ചേട്ടാ ഇങ്ങനെ ബിരിയാണി പോരാ, ഇങ്ങനെ ഇത് പോരാ എന്നൊക്കെ പറയുമ്പോൾ, ടേസ്റ്റ് പോരായിരുന്നു എന്നൊക്കെ പറയുമ്പം ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതാണ് ഇൻസൾട്ടിങ് ആണ്. ഇപ്പം എന്നോട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത് അത്ര പോരാ, കുറച്ചുകൂടെ നന്നാക്കാം, ഓക്കെ താങ്ക് യു ഫോർ വാല്യുബിൾ കമൻറ്റ്സ് എന്ന് എനിക്ക് വേണേൽ പറയാം. നീ ആരാടാ, നിനക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്താ അറിയാം? ഒന്നും നീ ഈ ടോപ്പിക്കിനെ കുറിച്ച് നീ കേട്ടിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ നീ ഈ ടോപ്പിക്ക് കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ വിചാരിക്കുന്നത്? മയില് നിനക്ക് എന്തിൻ്റെ കിഴപ്പാന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ തോന്നുള്ളൂ. ഭക്ഷണം കഴിച്ചൊരു പറയുമ്പം പറയുന്നത് നീ എൻ്റെ കസ്റ്റമറാണോ? നീ എൻ്റെ കസ്റ്റമർ അല്ല. എൻ്റെ കസ്റ്റമേഴ്സ് ആരും അങ്ങനെ സംസാരിക്കില്ല. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് പറയുകയാണ്, താൻ ഈ ചെയ്ത വീഡിയോ ഇതിൻ്റെ കണ്ടൻറ്റ് ശരിയല്ല, നിങ്ങൾ കുറച്ചുകൂടെ റിസർച്ച് നടത്തിയിട്ട് സംസാരിക്കുള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല, തെറ്റായ പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, നീ എൻ്റെ സബ്സ്ക്രൈബറാണോ? നീ എൻ്റെ വ്യൂവറാണോ? നീ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, നീ എൻ്റെ വീഡിയോ കാണേണ്ട കമൻറ്റ് അടിച്ചിരിക്കുന്ന. അപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എടാ കോപ്പ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ, പിന്നെ എവിടെ നിന്നാ ഊളയാ എന്ന് നിങ്ങൾക്ക് തോന്നും. സ്വാഭാവികമായിരുന്നു. ആ തോന്നലുകൾ തന്നെയാണ് മനുഷ്യ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും പുള്ളി റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചാൽ മോർ ദാൻ 75% പുള്ളിയുടെ വായിൽ നിന്ന് വീഴുന്നത് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന റീസൺസൊക്കെ സ്വന്തമായിട്ട് പുള്ളി ബിസിനസ് തുടങ്ങിയപ്പം അതൊക്കെ പുള്ളിക്ക് പോസിറ്റീവായി മാറി. 7 വർഷം നെഗറ്റീവായിട്ട് പുള്ളി കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായി. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർ സംസാരിക്കും. മനുഷ്യരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് സ്വാഭാവികമായിട്ട് പറയാനുള്ള റൈറ്റുണ്ട്. പിന്നെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഇപ്പം നടക്കുന്നുണ്ട് പുള്ളിക്കെതിരായിട്ടുള്ള. അത് ചിലപ്പോൾ പുള്ളി മൂലം കട പൂട്ടിപ്പോയ, റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോയ ആൾക്കാരും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആകാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. അപ്പം അങ്ങനെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ വേണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. തെറി പറഞ്ഞ് കമൻസൊക്കെ ആവശ്യമുണ്ടോ? ഞാനങ്ങനെ ഇടാറില്ല. എന്നെ ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഞാൻ കഴിവത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. എന്നിട്ട് സഹിക്കാൻ പറ്റുന്നതേക്കേ തെറി പറയുള്ളൂ. അവോയ്ഡ് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഹെയ്റ്റ് ക്യാമ്പിൽ ഭാഗമാകാൻ വേണ്ടി എല്ലാ മലയാളികളും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. റെസ്പോൺസിബിൾ സിറ്റിസനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ആസ് എ സിറ്റിസൺ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മളതിനെല്ലാം തെറി പറഞ്ഞുകൊണ്ടുള്ളത് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ വേണേൽ പറയാം. പല കമൻറ്റ് ബോക്സിലും ഇയാളെ പൂരം തെറിയാണ്, ഇയാളെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. മൃണാളുടെ പുണ്യാളനായിട്ടൊന്നുമല്ല. അങ്ങേർക്ക് ഇത് അർഹതപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മനുഷ്യരും അയാൾ മൂലം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റ്സുകൾ നടത്തിക്കൊണ്ട്. പിന്നെ ചില ജില്ലയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിയാർ ഭക്ഷണം കഴിച്ചിട്ട് ആ ജില്ലയെ മുഴുവൻ അങ്ങ് അടിച്ച് തേച്ച് വെക്കുന്ന പരിപാടിയുണ്ട് പുള്ളിക്ക്. അതൊക്കെ ഒരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റൊണാൾഡോ ആണെങ്കിലും ഓർക്കേണ്ട കാര്യമാണ്. ഇത്ര നാൾ പറഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, അതിൻ്റെ പോരായ്മകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളായിട്ടൊരു പുതിയ സംഗതി രൂപീകരിക്കുമ്പം ആ പോരായ്മകൾ തന്നെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇപ്പോൾ ഒരു സർക്കാർ ഭരിക്കുന്ന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നവർ പറയുവാണ് ഈ സർക്കാരിൻ്റെ ഈ കാര്യങ്ങളെല്ലാം മോശം, അതെല്ലാം മോശം. പിന്നീട് അവർ ഭരണത്തിൽ വരുമ്പം ഈ പ്രതിപക്ഷത്ത് നിന്നപ്പോൾ അവർ മോശമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെടുത്ത്
വേദവാക്കിയാക്കി കഴിഞ്ഞാൽ ജനത്തിന് കടിക്കില്ല. അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. കുട്ടനാടൻ മാർപ്പാപ്പ എന്നൊരു പടമുണ്ട്, അതിൻ്റെ അകത്ത് ധർമ്മജൻ ചാക്കോച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രണ്ടും കൂടെ വേണ്ട. ആ ഒരു നിലപാടാണ് എനിക്കിവിടെ പറയാൻ, രണ്ടും കൂടെ വേണ്ട. കഴിഞ്ഞ ദിവസം അശ്വന്ത് കോക്ക് നല്ല രീതിയിൽ വൈറ്റ് വാഷിങ് തുടങ്ങിയിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി അശ്വന്ത് കോക്ക് ശ്രമിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സിനിമ റിവ്യൂ ചെയ്യുന്ന ഇയാൾ പെട്ടെന്നൊരു സ്വഭാവത്തിൽ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. തമാശയാണ്, പിന്നെ വിശേഷിച്ച് റൂഡായിട്ട് പുള്ളി ബിഹേവ് ചെയ്യുക. എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇവർ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം. ഒരു വിശേഷം ചിലപ്പോൾ ചോദിച്ചു വേണം ഒന്ന്. ആൾക്കാരിങ്ങനെ തന്നെ വളരെ മോശമായിട്ട് തന്നെ പറയുന്നുണ്ട്, താനൊരു വീഡിയോ ഇടാവുന്ന ചിലപ്പം ചോദിച്ചു കാണും, അറിയത്തില്ല, ചെയ്യുന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം ഇവരൊക്കെ തമ്മിൽ കണക്ഷൻസ് കാണും. ഇപ്പോൾ ഞാൻ മൃണാളിനെ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വന്ത് കോക്കായിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. പറയേണ്ട കാര്യം പറയുക, ഒരു സ്ഥലത്ത് കയറി അവിടെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ, അവിടെ എന്താ സാധനം കൂടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നു. ഇത് അവിടെ ഒരു ഈച്ച, അത് മൃണാൾ തന്നെയാണ് ആദ്യം അവിടെ ഈച്ചണ്ടെന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എൻവയോൺമെന്റിലുള്ള ഒരു സാധനം, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കോൺസെപ്റ്റ് മിക്ക ആൾക്കും മനസ്സിലായിട്ടില്ല. ഇതൊക്കെയോ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ പറയുന്നു. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞത്രേ ഷവർമയെ കുറിച്ച് പറഞ്ഞത്, അന്ന് അദ്ദേഹത്തിന് അതാണ് ഫീൽ ചെയ്തത്. ഷവർമയുടെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പിന്നെ 50 രൂപയുടെ ഷവർമ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് ബെറ്ററായി തോന്നിയിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ചോറിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ ഇഷ്ടമേ അല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ചില ഈ മീൽസൊക്കെ ഉള്ള കടയിൽ പോയിട്ട് എന്തെന്നാ അവർ ഉടമ്പി വെക്കുന്നത്, ഒരു ചുവന്ന വെള്ളത്തിൻ്റെ അകത്ത് പിന്നെ വെണ്ടയ്ക്കൊക്കെ മുറിച്ചിട്ടേക്കുന്നത്, അതെന്തോ അത് വെറുതെ സ്ഥലം മുടക്കം ഓരോ സാധനം. പിന്നെ കുറേ അനാവശ്യ എണ്ണ ഒപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ. അപ്പോൾ ആളുകൾ ബേസിക്കലി വെറും മണ്ടന്മാരും ഫ്രസ്ട്രേറ്റഡ് ഇടാം. ഇദ്ദേഹം ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെയും വന്ന് ക്ഷണിച്ചോ, നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചോ, അയ്യോ ഒന്ന് വരൂ, ഞാൻ പട്ടിണിയിലാണ്, എൻ്റെ കുടുംബം രക്ഷിക്കണേ, എനിക്ക് EMI അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഹംഗ്രി മൃണാളിൽ വന്ന് ഞണ്ണിത്തരണേ എന്ന് മൃണാൾ പറഞ്ഞിട്ടുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടാവും. അത് എനിക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാൾ അഹങ്കാരിയാണ്, ഇയാൾ ഇത്രയും നാളെ വിമർശിച്ചു, അതുകൊണ്ട് പിന്നെ ഇയാൾ എന്താണ് വിമർശനത്തിന് നേരെ അസഹിഷ്ണുനാവുന്നത് എന്ന് പറഞ്ഞിട്ട്, അത് അയാളുടെ ക്യാരക്ടറാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു കോൺസെപ്റ്റ് 100% ബെസ്റ്റ് പരിപാടിയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ആൾക്കാർക്ക് എന്ത് സൂക്കടാ, വെറുതെ ഇതാ പറഞ്ഞേ, ഇദ്ദേഹത്തെ കണ്ടുകൂടാ. ഞാൻ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എനിക്കറിയാം, കൃത്യമായിട്ട് എനിക്ക് പറയാം. അത് ഗംഭീര സിനിമ ആയിക്കോട്ടെ, എവറേജ് സിനിമ ആയിക്കോട്ടെ, എന്ത് സിനിമയായി കഴിഞ്ഞാലും ലോകത്ത് ഇന്നോളം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മോശം സിനിമയാണെന്നുള്ള വൻ പ്രൊപ്പഗാൻഡ സിനിമാക്കാർ നടത്തും, അവർ ബന്ധുക്കൾ നടത്തും, സുഹൃത്തുക്കൾ നടത്തും, എന്നെ ഇഷ്ടമില്ലാത്ത എന്നെ കണ്ടുകൂടാത്ത സകല ആളുകൾ നടത്തും. സത്യമായിട്ട് നടത്തും, എനിക്കറിയാം. അപ്പോൾ നമ്മൾ കുറേ കാലം വിമർശിച്ച് നടന്ന ആളൊരു സാധനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിമർശനം വരും. പിന്നെ ആ വിമർശനങ്ങളോട് മൃണാൾ എങ്ങനെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം ഞാനിന്ന് വരെ ആരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറ്റേ ബെല്ലൈക്കൺ തൂങ്ങിയാടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ വൈറ്റ് വാഷ് അടിച്ച് കയറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും ജനത്തിൻ്റെ മനസ്സിൽ ഒരു വെറുപ്പ് കേൾക്കണം. ഈ ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് ഇത്ര നാൾ പറഞ്ഞത് കൊണ്ടാണ് ഇയാൾ എന്താണ് പറഞ്ഞപ്പോൾ നെഗറ്റീവ് തന്നെ, എന്നിട്ട് ആ നെഗറ്റീവ്സ് എല്ലാം തന്നെ പുള്ളി ഇങ്ങോട്ട് ആഡ് ചെയ്തു. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനൊരു മനുഷ്യൻ അവിടെ വന്ന ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തു, ഒരു പ്രശ്നമില്ല, ഒന്നും പറയില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ആരും ഇടപെടാനും വരില്ല. ഇടപെട്ടതിന് കാരണം എന്നാണ്, ഇയാൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇയാൾ തിരുത്തി വീണ്ടും ഇയാളിപ്പോൾ എന്തൊക്കെ ഇങ്ങനെ ചെയ്താൽ തെറ്റ്, അങ്ങനെ ചെയ്താൽ തെറ്റ്, ഇങ്ങനെ ചെയ്താൽ തെറ്റ്, ഈ തെറ്റെല്ലാം കൂടെ പുള്ളി തന്നെ ഉരുട്ടിയിട്ട് പുള്ളി തന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഈ തെറ്റെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എല്ലാവരും ഊട്ടാൻ പോയി. ഇതാണ് പ്രശ്നം പറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മുടെ എറണാകുളത്ത് ഏത് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്താലും വലിയ കുഴപ്പമില്ലാതെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വലിയ കുഴപ്പമില്ലാതെ, വലിയ അടിപൊളിയാണ് സൂപ്പറാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ആൾക്കാർ വരും, അത് എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ മോശമാണോ, ഇപ്പം ഇയാളെക്കുറിച്ച് വളരെ നെഗറ്റീവ് കേൾക്കുന്നുണ്ട്, ഇതൊന്ന് അന്വേഷിക്കാൻ പോയി ഈ പറഞ്ഞ ഇവൻ്റെ കടയിൽ ഇതാണോ കൊടുക്കുന്നത് എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. എന്നാൽ പോയി ഒന്ന് ഇവൻ്റെ കട കയറിയേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡുകാർ, അങ്ങനെയുള്ള ചിലപ്പോൾ ഇയാളുടെ കടയിൽ വന്ന് കയറി നോക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഫുഡ് കൊള്ളില്ല എന്നാൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. ഇനി നിങ്ങൾക്ക് തോന്നുവാണ് ആ ഫുഡൊന്നും കാശിന് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിയോട്ട് പോകാൻ നിങ്ങളുടെ ബില്ലുണ്ട്. നിങ്ങൾക്ക് വയറ്റിൽ ഫുഡ് പോയിസണോ അങ്ങനെ വല്ലതും ഛർദ്ദിക്കുകയോ അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ നിയമ നടപടിയോട്ട് പോവുക. അല്ലാതെ ഹെയ്റ്റ് ക്യാമ്പയിനൊന്നും നടത്തുന്നത് ഞാൻ പറയില്ല. ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിയിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് മൃണാളുടെ ഈ കളിക്കുന്ന കളിയും വേണം, ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ആളെ കയറ്റുക, ഇയാൾക്ക് ഇതിലൂടെ ബിഗ് ബോസിലോട്ട് പോകാനെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, മൃണാളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്താ നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ ഇയാളുടെ പുച്ഛഭാവം അത് വളരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്. ഇയാളുടെ ഒരു
ഓരോ ഇയാൾ കാണിക്കുന്ന ഇയാൾ നേരത്തെ റെസ്റ്റോറൻറ്റ്സുകളിൽ ചെന്ന് കാണിച്ചുകൊണ്ടിരുന്ന പുച്ഛഭാവം എന്താണോ ആ പുച്ഛഭാവം ഇയാളുടെ ഭക്ഷണം കഴിച്ചിട്ട് ചേട്ടാ അത് പോരാ. അപ്പം ഓൺലൈനിൽ ഒരാൾ ബിരിയാണി കഴിച്ചിട്ട് ചേട്ടാ അതും ഇപ്പം നീ ബിരിയാണി കഴിച്ചിട്ടില്ലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയ ബിരിയാണി നീ ലേറ്റായിട്ട് കഴിച്ചതായിരിക്കും. അങ്ങനെ രീതി നമ്മുടെ കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണല്ലോ പറയുന്നത്. അപ്പം ഈ ഒരു പ്രസ്ഥാനത്തിൽ തുടങ്ങുമ്പോൾ ഒരു മര്യാദ ചോദിച്ച് നമ്മളോട് പറയുന്ന ഒരാൾ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് മേടിച്ചു തരാം. ഇപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന ഇപ്പം നോണ പറയേണ്ട ആവശ്യം ആളുകൾക്കുണ്ടോ എനിക്കറിയത്തില്ല. ഇനി പുള്ളി പറയുന്നത് ഇങ്ങനെ പറയുന്നവരൊന്നും പുള്ളിയുടെ കസ്റ്റമർ അല്ല എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. അവരൊക്കെ നെഗറ്റീവ് പീപ്പിളാണ്, റിച്ച് കിഡ്സ് ആണ്. പുള്ളി സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണ്. സാധാരണക്കാർക്ക് തുടങ്ങിയ റെസ്റ്റോറൻറ്റ് പറയുമ്പോൾ ഇങ്ങനെയാണോ സാധാരണക്കാർക്ക് തുടങ്ങിയത് എനിക്കറിയത്തില്ല. സാധാരണക്കാർക്ക് തുടങ്ങിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. അതൊക്കെ വളരെ തുച്ഛമായ ചിലവിലാണ് സാധാരണക്കാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണെന്ന് പുള്ളി എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുന്നതാണ് സാധാരണക്കാർ എന്ന് പറയുമ്പം എന്താണെങ്കിലും പുള്ളിയുടെ നിലപാട്, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡുകൾ ഒക്കെ ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ടൊക്കെ നിൽക്കുമ്പം പൊതുവെ ആരെയും വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും ബെറ്റർ. പിന്നെ അയാളുടെ കട, അയാളുടെ റെസ്റ്റോറൻറ്റ് അയാൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കയറാം. ഹെയ്റ്റ് ക്യാമ്പയിനിലോട്ടൊന്നും പോകുന്നതിന് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മളും അയാളുമൊക്കെ ഒരേ സ്റ്റേറ്റിലുള്ളവരാണ്. നമ്മളിപ്പം അയാളുടെ കഞ്ഞുകൂടി മുട്ടിക്കാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പലരോടും കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന റെസ്റ്റോറൻറ്റ് പൂട്ടിച്ച അയാൾ. റീച്ചയെക്കുറിച്ചൊക്കെ പറയുമ്പം പുള്ളി എന്തൊക്കെയാണ് പറയുന്നത് പുള്ളിക്ക് തന്നെ അറിയത്തില്ല. എനിക്കറിയത്തില്ല ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും ഒരു പക്ഷേ ചിലർ അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് രക്ഷപ്പെടുമോ? ഇത് ജനത്തെ വെറുപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പറയാം പണ്ട് നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടും കൂടെ വേണ്ട, കുട്ടനാടന്മാർ പോയി പറഞ്ഞാൽ രണ്ടും കൂടെ വേണ്ട, ഊക്കും ഉപദേശവും. എന്തായാലും ഇയാൾ ഇന്ന് ഇപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഇഷ്യൂസ് നമുക്കറിയാം. റെസ്റ്റോറൻറ്റ് നടത്തുമ്പം ഒരാളുടെ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് പുറത്തുനിന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. അത്യാവശ്യം പുള്ളിക്ക് ഈ ഫീൽഡ് അറിയാം. പുള്ളി പിന്നെ സിനിമാക്കാരുടെയൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്. നമുക്കറിയാം ജിത്തു ജോസഫിൻ്റെയൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. മലയാളികൾക്കിടയിൽ വളരെ സംസാര വിഷയമായിട്ടുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ ഇത് പുള്ളിയുടെ ബിസിനസ്സിനെ അപ്പ് ചെയ്യോ ഡൗൺ ചെയ്യോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പുള്ളി വിചാരിക്കുന്നത് ചിലപ്പം നെഗറ്റീവ് പബ്ലിസിറ്റികൾ കൂടെ പുള്ളി കയറിപ്പോവും എന്നുള്ളതായിരിക്കും. പുള്ളി ഒരുപാട് യൂട്യൂബ് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. എന്താണ് അശ്വൻ ഗോക്ക് പറയുന്നത്, ഈ മൃണാളിൻ്റെ ഫുഡ് ബ്ലോഗിൻ്റെ അകത്ത് ഒരു അശ്വൻ ഗോക്കാന്നാണ് പുള്ളി സ്വയം അവകാശപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ പുള്ളിയെ ഒന്ന് സ്വയം തള്ളുന്നുണ്ട്. പുള്ളി വിമർശിക്കുമ്പം വയലൻ്റ് ആവുന്നുണ്ട്. എനിക്കതില്ല പുള്ളി ഇത്ര വയലൻ്റ് ആകുന്ന, അശ്വൻ ഗോക്ക് ഇത്ര വയലൻ്റ് ആണെന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി ഇത്ര അഗ്രസീവ് മാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വിമർശനങ്ങളാണ്, പക്ഷേ അശ്വൻ ഗോക്ക് പറയുന്നില്ല അങ്ങനെ പണ്ട് ചെയ്ത് വെച്ചാൽ ഇപ്പം എന്താ ചെയ്യേണ്ട, അങ്ങനെ ഇപ്പം അത് ചെയ്യുന്നിട്ട് എന്തായിരിക്കുന്ന അതാ മറ്റാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ കോക്ക് കാണിക്കുന്നതിന് ഇപ്പം എന്താ പറഞ്ഞത്, പുള്ളി സിനിമ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പുള്ളി ഞാൻ പൈസ മുടക്കിയിട്ടാണ് ഓരോ പടവും പോയി കാണുന്നത്, അപ്പോൾ എനിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഇല്ലേ എന്ന് അശ്വൻ ഗോക്ക് എപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വന്ന് പറയുന്നതേക്കാം, വാർത്താ ചാനലുകളിലും മറ്റൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ. അതുപോലെ തന്നെ ഹോട്ടലിൽ പോയി ഞണ്ണിക്കഴിയുമ്പം അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഓരോ കസ്റ്റമറിനും ഉണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അശ്വൻ ഗോക്ക് പറഞ്ഞത് പുള്ളി ഇനി എന്തെങ്കിലും ഒരു പടം ചെയ്യുവാണ് ഇതായിരിക്കും അവസ്ഥ, എല്ലാവരും വന്ന് പുള്ളിയെ അഭിപ്രായ സ്വാതന്ത്ര്യം കാണിച്ച് പലരും അനുഭവിച്ചു, പലരും നാണം കെട്ട്. അതിപ്പം ഞാൻ വില കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതിപ്പം റൊണാൾഡന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അത് മേടിച്ച് പോക്കറ്റ് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതേ കടിച്ചു തൂങ്ങാം. പുള്ളി ഇപ്പോൾ അതേ കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര നേരം കടിച്ചു തൂങ്ങാൻ പറ്റുന്നുള്ളൂ കണ്ടറിയേണ്ടി വരും. ഇപ്പം അശ്വൻ ഗോക്കിനെ കൊണ്ട് വൈറ്റ് വാഷ് അടുപ്പിച്ചാലും ഇനി കോക്ക് കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് വന്ന് വൈറ്റ് വാഷ് അടിച്ചാലും മണ്ണാനുള്ള പണി നാട്ടുകാർ കട്ടയ്ക്ക് കൊടുക്കും. ഈ ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങിൽ എനിക്കൊരു പങ്കുമില്ല. ജനങ്ങളെ ഉറപ്പിച്ചാൽ എക്കാലവും അവർ വന്ന് പൊങ്കാലയിടും. ഇപ്പം അനുഭവിക്കുന്നതും ഈ ഹെയ്റ്റ് ക്യാമ്പിക്കുള്ള ആൾക്കാർ വന്ന് പൊങ്കാലയിടുന്ന പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാണ്. വീണ്ടും 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 നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പബ്ലിക്ക് പല മാനസികാവസ്ഥയുള്ളവരാണ്. അവർ ചിലപ്പം വന്ന് അവരുടെ രീതിയിലുള്ള എഴുതിയിടും, ഷെയർ ചെയ്യും, പോസ്റ്റുകളിടും. അതുകൊണ്ട് പുള്ളി എന്ത് നേടുന്നു, അതുകൊണ്ട് പുള്ളി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗുഡ്, താങ്കൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് താല്പര്യമില്ലെന്നുണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്. അയാളുടെ റെസ്റ്റോറൻ്റായി അയാൾ ചെയ്യുന്നു.
നല്ല ഫുഡാണെങ്കിൽ ആളുകൾ വന്ന് കയറും, നല്ലതല്ലെന്നുണ്ടെങ്കിൽ മടക്കി കിട്ടി പഴയ പരിപാടി തന്നെ തുടങ്ങാം. ഏതാ? അച്ചാറിന് ഉപ്പ് പോരാ, ചിക്കന് എല്ല് പോരാ, ബിരിയാണിക്ക് നെയ്യ് പോരാ, ഈ പണി തന്നെ വീണ്ടും തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.